സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ശമ്പളം മുടങ്ങിയത് ചില സാങ്കേതിക കാരണങ്ങളാലാണ് എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശമ്പളം മുടങ്ങുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുമായി ഒരു മാസത്തെ ശമ്പളം കിട്ടുന്നത്, അതിൻ്റെ വരുമാനം, അത് ചെലവഴിക്കേണ്ട രീതികൾ, ഒരുപാട് നൂറുകൂട്ടം ആവശ്യങ്ങൾ, മരുന്ന് ഉൾപ്പെടെ, വിദ്യാഭ്യാസം ഉൾപ്പെടെ, വാടക ഉൾപ്പെടെ, മറ്റ് വാഹനങ്ങളുടെ ഉൾപ്പെടെയുള്ള EMI ഉൾപ്പെടെ, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘട്ടങ്ങളിലേക്ക് വരുന്ന ഈ ഒരു മാസങ്ങളിൽ ഈ ശമ്പളം മുടങ്ങുന്നത് ഏതൊരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രശ്നം നേരിടുന്ന ഒരു ഘട്ടമാണ്. ഏതായാലും എനിക്ക് മനസ്സിലാകാത്തത് സാങ്കേതിക പ്രശ്നമെന്നാണ്. എന്ത് സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി വിശദീകരിച്ചിട്ടുമില്ല. ഏതായാലും ഖജനാവിൽ പൈസ ഇല്ലാത്തതാണ് സാങ്കേതിക പ്രശ്നം എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി KSRTC ജീവനക്കാർ ശമ്പളം മുടങ്ങുകയും ആ ശമ്പളം 2 ഘട്ടങ്ങളായി ലഭിക്കുകയും ചെയ്യുകയാണ്. അപ്പം ആദ്യ പടിയായിട്ട് KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ആദ്യ ഘട്ടങ്ങളിൽ ഇവിടെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് കൂപ്പൺ തരികയത്. അതായത് നിങ്ങൾക്ക് കൂപ്പൺ തന്നിട്ട് സിവിൽ സപ്ലൈസിൽ അല്ലെങ്കിൽ നീതി സ്റ്റോറുകളിൽ പോയി ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാം, അങ്ങനെ കൂപ്പൺ ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞതിൽ സെക്രട്ടേറിയറ്റിലെ ഇപ്പോൾ ശമ്പളം മുടങ്ങിയ സർക്കാർ ജീവനക്കാരും ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കുകയും അതിനെ അനുകൂലിക്കുകയും അതിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി എന്നുള്ളതിൽ ആഹ്ലാദിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ വേളയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹവും കേരളത്തിലെ ഈ സർക്കാർ ജീവനക്കാരും, KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനവും സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ KSRTC ജീവനക്കാരുടെ ജോലിയിലെ ആത്മാർത്ഥതയും ആ എഫിഷ്യൻസിയും വിചാരണയ്ക്ക് വെക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ശമ്പളം മുടങ്ങുമ്പോൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു ബോധ്യം എന്താണ്? പൊതുസമൂഹത്തിന് 1-2 കാർട്ടൂണുകൾ വന്നത് എന്താണ്? കാരണം ശമ്പളം എത്രയും പെട്ടെന്ന് കൊടുത്തോ, ഇല്ലെങ്കിൽ കൈക്കൂലിയുടെ നിലവാരം റേറ്റ് ഉയരും എന്നൊരു കാർട്ടൂൺ വന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ കേരളീയ പൊതുസമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിനു മുൻപ് അധ്യാപക സംഘടനകൾ ഈ കേരളത്തിൽ സമരം നടത്തി. ഇതിനു മുൻപ് സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം ഈ കേരളത്തിൽ സമരം നടത്തി. അവരുടെ DA ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങളെ തടയുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ ജീവനക്കാർ, അധ്യാപകരുൾപ്പെടെയുള്ളവർ ഇവിടെ സമരം നടത്തിയപ്പോൾ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KSRTC ജീവനക്കാർ പന്തം കൊളുത്തിയും പന്തം കൊളുത്താതെയും പണിമുടക്കിയും അവരുടെ സമരങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിപ്പോകളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങൾ ഇത് എഴുതി വെച്ചുകൊണ്ട് ആ പ്രതിഷേധത്തോട്, ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. എന്നാൽ KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതെ വന്നിരുന്ന ഘട്ടങ്ങളിൽ ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും, ഞാൻ എല്ലാ ആളുകളെയും പറയുന്നില്ല, ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും അതിൽ ഒരു ആഹ്ലാദം കണ്ടെത്തുകയും ശമ്പളം നൽകാത്തത് തെറ്റാണെന്ന് പറയുന്നതിലുപരി ശമ്പളം ലഭിക്കേണ്ട ജീവനക്കാരൻ്റെ ചെയ്ത ജോലിയുടെ അളവിനെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ശ്രമിച്ചത് എന്നുള്ളത് വേദനാജനകമായ ഒരു അനുഭവമാണ്. ചരിത്രം ഇവിടെ തിരിച്ച് പറയുകയാണ്, ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഞാനൊരു പ്രശസ്തനായ ഒരു ചിന്തകൻ എഴുതിയിട്ടുള്ളൊരു വാക്യം ഞാനത് ആവർത്തിക്കുന്നില്ല, കാരണം അവർ ജൂതന്മാരെ തേടി വന്നു, ഞാൻ ജൂതനല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവസാനം അവർ എന്നെ തേടി വന്നു, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തുന്ന ഒരു ചിന്താശകലം നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ആ ഒരു ശകലമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. കാരണം ഇവിടെ സർക്കാർ ജീവനക്കാർ ഇതാ ശമ്പളത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതേ ആവശ്യങ്ങൾ, പരിമിതമായ ശമ്പളത്തിൽ നിന്നുകൊണ്ട് ഇതേ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവിടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളങ്ങളെ തെറ്റി, ഞങ്ങളുടെ ജീവിതത്തിൽ പലിശ കൊടുക്കേണ്ട അളവ് കൂടി, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ പറ്റാതെ വന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉപരി പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ജോലി തേടി വന്നിരിക്കുന്ന അയൽ സംസ്ഥാനത്തിലെ നാട്ടുകാരനായിട്ടുള്ള അന്യസംസ്ഥാന ജീവനക്കാരൻ വരെ നമ്മളോട് സേട്ടാ ശമ്പളം കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നിരുന്നു. അത്തരം അപമാനം നേരിടേണ്ടി വന്നു. ഇവിടെ കല്യാണ വീടുകളിൽ, മരണ വീടുകളിൽ, ആഘോഷവേളകളിൽ, ഉത്സവങ്ങളിൽ, പെരുന്നാളുകളിൽ എല്ലാം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു ശമ്പളം കിട്ടിയോ എന്നുള്ള ചോദ്യം. ആ ചോദ്യം നേരിടേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അത് വളരെ വേദനാജനകമാണ്. ഈ അവസ്ഥയിൽ ഞങ്ങളോടൊപ്പം ഈ വേദന അനുഭവിക്കാൻ വേണ്ടി പുതുതായി കടന്നു വന്ന ഇത് ഒരു കണക്കിന് സോഷ്യലിസം ആവാം എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഞാനിതിൽ ആഹ്ലാദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ വസ്തുത. പക്ഷേ ഒന്നോർക്കണം, ശമ്പളം ലഭിക്കാതെ KSRTC ജീവനക്കാർ നിന്ന വേളയിൽ
സർക്കാർ ജീവനക്കാരുടെ കൂട്ടായ്മകളുടെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കുകളിലെ വന്നിട്ടുള്ള കമൻറ്റുകൾ വേദനയോടെ വായിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അന്ന് ശമ്പളം ലഭിക്കാത്ത ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അവർ ചെയ്ത ജോലിയെ ഒരു സ്കെയിൽ വെച്ച്, അളവുകോൽ വെച്ച്, സ്ഥാപനത്തിൻ്റെ ലാഭം വെച്ച് അളന്നു നോക്കിക്കൊണ്ടാണ് ഇവിടെ വിചാരണ ചെയ്തത്. ആ വിചാരണയിലേക്ക് ഏതൊക്കെയാണ് വെൽഫെയർ അസോസിയേഷൻ ആ വിചാരണയിലേക്ക് കടക്കുന്നില്ല. ശമ്പളം ലഭിക്കാത്തത് പ്രതിഷേധാർഹമാണ്. ശമ്പളം തേടിയിരിക്കുന്ന 1000 കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് ഇടുത്തി കോരിയിട്ടുകൊണ്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തൊഴിലാളി വിരുദ്ധമാണ്. ഇത് തൊഴിലാളി വർഗത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കുക എന്നുള്ളത് ആണ് ഒരു ഗവൺമെൻറ് ആദ്യമായി ചെയ്യേണ്ടത്. ഞങ്ങളുടെ വേദനയ്ക്ക് സമശീർഷരായി തീർന്ന സർക്കാർ ജീവനക്കാരോട് ശമ്പളം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അവരുടെ പ്രതിഷേധങ്ങളിൽ ഐക്യപ്പെടുന്നു. പക്ഷേ അതോടൊപ്പം ഞാൻ നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് വിലയിരുത്തുവാൻ, ഇല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ ഈ സർക്കാരിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്നാൽ ഇവർക്ക് ശമ്പളം കിട്ടണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക്, ഒരു വിചാരണയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി.